അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും. അല്ലാഹ് പടച്ച റബ്ബേ, ആ സമയത്തുള്ള നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ, മുൻഗാമികളായ സാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും പതിവാക്കിക്കൊണ്ട് പോന്നിരുന്ന കാര്യമാണ്. അവരെല്ലാവരും പതിവായിട്ട് നമസ്കരിച്ചിരുന്ന കാര്യങ്ങളാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്. സിട്ടാവായ പടച്ച തമ്പുരാനുണ്ടല്ലോ, നമുക്കെല്ലാം തരുന്ന, നമ്മ അറിയുന്ന പടച്ച റബ്ബേ, നമ്മുടെ ചലനം മുഴുവനും നിരീക്ഷിക്കുന്ന ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ. ആ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുക്കാൻ, അവനിക്ക് പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യമാണിത്. ഇത് പടച്ച റബ്ബിലേക്ക് മനുഷ്യനെ അല്ലാഹു തആല അടുപ്പിക്കുന്നതാണ്. എല്ലാവിധ ദോഷങ്ങളെ തൊട്ടും അത് തടയുന്നതാണ്. പടച്ച റബ്ബേ, ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പറഞ്ഞതും നമ്മൾ ചിന്തിച്ചതുമായ പടച്ച റബ്ബേ, എത്രയോ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ. ഈ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ ഇത് കാരണമാ. ഈ പരിശുദ്ധമായ നമസ്കാരം അവിടുന്ന് കാരണമാണെന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവേ, എല്ലാവിധ ശരീരത്തിന്റെ രോഗങ്ങളുണ്ടല്ലോ, എല്ലാവിധ വിഷമങ്ങളുണ്ടല്ലോ, മനസ്സിന്റെ വിഷമങ്ങള്, ശാരീരിക വിഷമങ്ങള്, ജീവിതത്തിന്റെ മേഖലകളിൽ പടച്ച റബ്ബ് തരുന്ന ഓരോ വേദനകളുണ്ടല്ലോ, എല്ലാ വിഷമങ്ങൾക്കും അവിടുന്ന് പരിഹാരമാണ്. പടച്ച റബ്ബേ, 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലോ ഒന്ന് ഉറങ്ങി എണീറ്റോ എല്ലാവരും സുഖനിദ്രയിൽ ആണ്ടുപൂണ്ട് കിടന്നിറങ്ങുമ്പോ ഏകനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് എണീറ്റിരിക്കുന്ന അടിമയാണോ നീ? എന്നിട്ട് അവിടുന്ന് നമസ്കരിക്കുന്ന അടിമയാണോ? നിന്റെ വിഷമങ്ങൾ പറയുന്ന അടിമയാണോ? പടച്ച റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ആ സമയത്ത് അടിമകളെ കാത്തിരിക്കുകയാണ്. ആരാണ് റബ്ബേ എന്റെ മുമ്പിൽ ദുആ ചെയ്യുന്നത്? ആരാണ് റബ്ബേ എനിക്ക് വേണ്ടിയിട്ടോ പടച്ച റബ്ബേ നമസ്കാരം നിർവഹിച്ചിട്ടോ എന്നിലേക്ക് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തുന്നതാരാ എന്നവിടുന്ന് പടച്ച തമ്പുരാൻ അവിടുന്ന് നിരീക്ഷിക്കുന്ന സമയമാണത്. അല്ലാഹു തആല ആ ഒരു സമയത്ത് അടിമ എന്ത് ചോദിച്ചാലും അവിടുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ സമയമാണ്. അതുകൊണ്ട് ഉമ്മാ, ഒരുപാട് കടങ്ങളുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ജോലിയില്ലെന്ന് പറയുന്ന പൊന്നുമോനെ, പടച്ച റബ്ബേ, ജീവിതത്തിൽ എപ്പോഴും പ്രയാസമാണ്, വേദനയാണ്, ജീവിതത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടതുപോലെയാണ്, മനസ്സിന്റെ വല്ലാത്ത ടെൻഷനാണ്, പടച്ച റബ്ബേ, രോഗങ്ങളാണ് എപ്പോഴും. എന്നിങ്ങനെ വിഷമങ്ങൾ പറയുന്ന എന്റെ പ്രിയമുള്ളവരെ, റബ്ബിന്റെ മുമ്പിൽ പാതിരാ സമയത്തിന്റെ നിശബ്ദതയിലൊന്ന് എണീറ്റിരുന്നു കൊണ്ടെന്ന് ചോദിച്ചു നോക്ക് പടച്ചവനോട്. പടച്ച റബ്ബേ, നീ തന്ന പരീക്ഷണങ്ങളിലോ അല്ലാഹുവേ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അല്ലാ, ഈ വിഷമങ്ങളൊന്നും എനിക്ക് ലഘൂകരിച്ചു തരുമോ? എന്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, കല്യാണം ശരിയാകുന്നില്ല, കടങ്ങളുണ്ട് എന്ന് വിഷമത്തോടുകൂടെ പറഞ്ഞു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, നിന്റെ വിഷമങ്ങൾക്ക് അറുതി തരുമെന്നോ എന്റെ പ്രിയമുള്ളവരെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ,